അടിപൊളി വെറൈറ്റി ആയിട്ടുള്ള കുറച്ച് സാധനങ്ങളാണ് ഞാൻ മീഷോന്ന് വാങ്ങിയിട്ടുള്ളത്. അപ്പം നമുക്ക് തുറന്ന് നോക്കണ്ടേ? ഫസ്റ്റ് തന്നെ തുറക്കുമ്പോൾ നമുക്ക് 2 സാധനങ്ങളാണ് അതിൻ്റെ അകത്തുള്ളത്. 2 എണ്ണം തീപ്പെട്ടിയും പിന്നെ 3 എണ്ണം ചോക്ലേറ്റുമാണ്. ഒറിജിനൽ അല്ല കേട്ടാ, ഇതെല്ലാം റബ്ബർ കട്ടകളാണ്. ഇറേസർ ചോക്ലേറ്റ് എന്ന് പറഞ്ഞാൽ മിൽക്ക് ഉണ്ട്, ഡാർക്ക് ഉണ്ട്, വൈറ്റ് ഉണ്ട്, ചോക്ലേറ്റിൻ്റെ മണവും ഉണ്ട്. കുഞ്ഞുമക്കൾക്കൊന്നും ഇത് കൊടുക്കരുത്, കാരണം അവർ ചോക്ലേറ്റാന്ന് വിചാരിച്ചിട്ട് കടിച്ചിട്ട് തിന്നാനെല്ലാം നോക്കും. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഇതുപോലെയുള്ള ഇറേസർ വാങ്ങിയാൽ മുറിച്ച് കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കിയിട്ട് വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം. ഇല്ലെങ്കിൽ കുറച്ച് ബുദ്ധിയുള്ള കുട്ടികളുണ്ടാവില്ലേ, കുറച്ച് വലിയ കുട്ടികൾ, അവർക്ക് കൊടുക്കാം. ബുദ്ധി ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ ഈ ചെറിയ കുഞ്ഞുങ്ങൾക്ക് അത്ര അറിവില്ലല്ലോ. അവരഥവാ എടുത്ത് കടിച്ച് തിന്നാൻ നോക്കിയാലോ അല്ലേ? ഇതുപോലെയില്ലേ വെറൈറ്റി സാധനങ്ങൾ കാണുമ്പോൾ നമ്മൾ എങ്ങനെ വാങ്ങാണ്ടിരിക്കുക? ഇങ്ങനത്തെ പല സാധനങ്ങളും മീഷോയിൽ ഞാൻ കണ്ടിട്ടുണ്ട്. അതും വളരെ ചെറിയ പൈസയിൽ. ഇത് കണ്ടപ്പോൾ തന്നെ ഇവിടുന്ന് പിള്ളേർ പറഞ്ഞു താ 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 എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിനി. അപ്പം ഞാനത് വെച്ചിട്ട് കടിക്കണോ തിന്നണോ അതോ അവിടെ വെക്കണോ എന്നിട്ട് സംശയമായിരുന്നു. അപ്പോൾ ഇതാണ് ചോക്ലേറ്റ് ഡബ്ബർ കട്ട. ഇനി നമുക്ക് അടുത്ത സാധനം എടുക്കാം. അടുത്തത് തീപ്പെട്ടി പോലെ ഇരിക്കുന്ന റബ്ബർ കട്ടയാണ്. അതിൻ്റെ അകത്ത് കട്ടയല്ല, റബ്ബറാണ്. ഇത് ഇങ്ങനെ തീപ്പെട്ടീൻ്റെ പെട്ടി പോലെ തന്നെ സൈഡിൽ 2 ബ്രൗണിലാക്കിയിട്ട് ഇതുപോലെ ഉന്തി തുറക്കുമ്പോൾ നല്ല അടിപൊളി കളർഫുള്ളായിട്ടുള്ള തീപ്പെട്ടി കോലുകൾ അതിൻ്റെ അകത്ത് കാണാം. കോല് എന്ന് പറഞ്ഞാൽ ഒരു കുഞ്ഞി കോലുകളാണ്. അതിൻ്റെ മുകളിലത്തെ ടിപ്പിലാണ് റബ്ബർ. ഈ പിങ്ക് കളറ്, പച്ച കളറ് ഇതെല്ലാം കാണുമ്പോൾ റബ്ബർ നല്ലോണം മായുന്ന റബ്ബറാണ്. പക്ഷേങ്കിൽ തീപ്പെട്ടീൻ്റെ ലുക്കും ഇത് കണ്ടിട്ട് ആരും തീപ്പെട്ടി എടുത്തിട്ടൊന്നും സ്കൂളിൽ പോകരുത്. ഇത് ഒറിജിനൽ അല്ല, ഇത് റബ്ബറാണ്. അതേ പറയാം. കളർഫുള്ളായിട്ടുള്ള തീപ്പെട്ടിയൊന്നും ഉണ്ടാവില്ല. ഉണ്ടോയെന്ന് എനിക്കറിയില്ല, ഞാൻ കണ്ടിട്ടില്ല ഇതുവരെ. ഇതെന്തായാലും ഭയങ്കര വെറൈറ്റി ആയിട്ട് തോന്നി. ഇനി പിള്ളേർ എന്തെല്ലോ പറയുന്നുണ്ടായിരുന്നു മക്കൾ. അപ്പോൾ അന്നേരമാണ് ഞാൻ ചിരിച്ചത്. ചോക്ലേറ്റ് തിന്നമ്മേ എന്ന് പറയുന്നുണ്ട് എന്നോട് ഒരാൾ. വെറുതെ പറയുന്നത് കേട്ടോ. അപ്പോൾ ബ്ലാക്ക് ഇല്ല, പിങ്ക് ഉണ്ട്, ബ്ലൂ ഉണ്ട്, ഗ്രീൻ ഉണ്ട്, യെല്ലോ ഉണ്ട്, പെർപ്പിൾ ഉണ്ട്, അങ്ങനെ എല്ലാ കളേഴ്സും ഉണ്ട് എന്ന് പറയാം. 2 ബോക്സിലാണ് ഉള്ളത്, ഒരുമിച്ചാണ്, കോംബോ പാക്കാണ്. ഒരു പിങ്ക് പെട്ടിയും ഒരു മഞ്ഞപ്പെട്ടിയും. പിന്നെ ചോക്ലേറ്റ് ആണെങ്കിലും 3 ചോക്ലേറ്റ് കോംബോ പാക്കായിട്ട് നമുക്ക് മേടിക്കാൻ കിട്ടുക. ഡാർക്ക് ചോക്ലേറ്റും, മിൽക്ക് ചോക്ലേറ്റും, വൈറ്റ് ചോക്ലേറ്റും. എന്തായാലും സംഭവം അടിപൊളിയാണ്. ഇതെല്ലാം നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. നല്ല ക്വാളിറ്റിയുള്ള റബ്ബറാണ്. മായ്ക്കുമ്പോഴത്തേക്ക് നല്ല സൂപ്പറായിട്ട് മായുന്നുണ്ടായിരുന്നു. ക്വാളിറ്റി ഉണ്ട് നല്ലോണം. അപ്പോൾ ഇതുപോലെയുള്ള ചോക്ലേറ്റെല്ലാം നമുക്ക് വേണ്ടി കട്ട് ചെയ്തിട്ട് പിള്ളേർക്ക് കൊടുക്കാം. ഇത് ഫുള്ളായിട്ട് നമുക്ക് സ്കൂളിലേക്ക് കൊടുക്കാൻ ബുദ്ധിമുട്ടല്ലേ. കട്ട് ചെയ്തിട്ട് കൊടുക്കുമ്പോൾ അത് ചോക്ലേറ്റ് പോലെയൊന്നും തോന്നുമില്ല. അപ്പോൾ പിന്നെ പിള്ളേർക്ക് യൂസ് ചെയ്യാനും നല്ലതായിരിക്കും. അപ്പോൾ സംഭവം സൂപ്പർ. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ടാഗ് പ്രോഡക്റ്റിൽ നോക്കിയാൽ മതി. പക്ഷേ എനിക്ക് അറിഞ്ഞൂടാ ടാഗ് പ്രോഡക്റ്റ് ടാഗ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതെല്ലാം ഉണ്ടോയെന്ന് അറിയില്ല. ഉണ്ടെങ്കിൽ ഞാൻ എന്തായാലും കൊടുക്കാം. ഇല്ലെങ്കിൽ നിങ്ങൾ മീഷോയിൽ കയറി തപ്പിയാൽ മതി, നിങ്ങൾക്ക് കാണാൻ പറ്റുമായിരിക്കും എന്തായാലും. അപ്പോൾ ഇത് തുറക്കാൻ നോക്കിയിട്ട് കിട്ടുന്നില്ല മഞ്ഞ സാധനം, മഞ്ഞ പെട്ടി. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, പിങ്ക് പെട്ടി തുറന്നു. മഞ്ഞ ബോക്സ് സ്റ്റക്കായി പോയതുപോലെ ഉണ്ടായിരുന്നു. ഒന്നിൻ്റെ അകത്ത് എനിക്ക് തോന്നുന്നു 6 റബ്ബറുണ്ട്. അപ്പോൾ അതും നല്ലോണം മായുന്നുണ്ട്. അതിന് പക്ഷേ വേഗം തീർന്നു പോകും, കാരണം അത്രയല്ലേ ഉള്ളൂ, ഒരു ടിപ്പിൽ മാത്രമല്ലേ ഉള്ളൂ. പക്ഷേങ്കിൽ മക്കൾക്ക് വീട്ടിൽ നിന്നെല്ലാം ഉപയോഗിക്കാൻ കൊടുക്കാമെന്ന് എനിക്ക് തോന്നുന്നു. സ്കൂളിൽ പോകുമ്പം എല്ലാ കുട്ടികൾക്കും ഇതുപോലത്തെ വേണമെന്നുണ്ടാവുമല്ലോ. അപ്പോൾ പിന്നെ നമ്മൾ വാങ്ങാണ്ടിരിക്കുന്നതും കൊടുക്കാണ്ടിരിക്കുന്നതാണ് നല്ലത്. പിന്നെ വെറൈറ്റി വീഡിയോസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വെറൈറ്റി സാധനങ്ങൾ എന്തായാലും പർച്ചേസ് ചെയ്യും. അതും മീഷോന്നാകുമ്പോൾ നമുക്ക് പൈസ ലാഭത്തിന് കിട്ടുകയും ചെയ്യും. അങ്ങനെയാണ് ഈ 2 വെറൈറ്റി സാധനങ്ങൾ ഞാൻ വാങ്ങിയിട്ടുള്ളത്. 2ൻ്റെ അകത്തും ഒരേപോലെ തന്നെയാണ് റബ്ബറെല്ലാം ഉള്ളത്. കളർഫുൾ ഒരേ കളർ തന്നെയാണ് ഉള്ളത് ഏകദേശം. അപ്പോൾ നിങ്ങൾക്ക് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ താഴെ നോക്കിയാൽ മതി, ഇല്ലെങ്കിൽ മീഷോയിൽ നോക്കിയാൽ മതി. ടാഗ് പ്രോഡക്റ്റിൽ ഉണ്ടെങ്കിൽ ഞാൻ എന്തായാലും കൊടുക്കാം. എനിക്ക് പണ്ടേ മിനിയേച്ചർ സാധനങ്ങളോട് ഭയങ്കര ഇഷ്ടമാണ്, ഉണ്ടാക്കാനും അതുപോലെ വാങ്ങാനും. അപ്പോൾ അടുത്തത് ഫയർ എക്സ്റ്റിങ്ക്വിഷർ എന്ന് പറഞ്ഞാൽ ഇത് കളിക്കുന്ന കളിപ്പാട്ടമൊന്നും അല്ല. ഫയർ എക്സ്റ്റിങ്ക്വിഷറിൻ്റെ ഷേപ്പിലുള്ള ഒരു 5 എണ്ണം നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇതും കോംബോ പാക്കാണ്. ഇതെന്താണ്? കട്ടറാണ്. റബ്ബർ ഉണ്ടാകുമ്പോൾ കട്ടർ വേണ്ടേ? പെൻസിൽ, റബ്ബർ, കട്ടർ, ഇങ്ങനെയാണല്ലോ നമ്മൾ പോകുന്നത്. നമ്മൾ കട്ടർ എന്നാണ് ചെറുപ്പം മുതലേ പറയൽ, ഷാർപ്പനറിന്. അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ നിങ്ങൾ എന്താ പറയലെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. ഇങ്ങനത്തെ 5 എണ്ണം ഉണ്ടായിരുന്നു പാക്കറ്റിൽ. ഇതിൻ്റെ താഴെ ഭാഗത്താണ് ഈ കട്ടർ, പെൻസിലിന് മുനയാക്കേണ്ട സാധനം വരുന്നത്, അടിഭാഗത്ത് താഴോട്ട്. വലിയ റേറ്റൊന്നും ഇല്ലാത്തതാണെങ്കിലും ഇതിന് നല്ല ക്വാളിറ്റി ഉണ്ടായിരുന്നേ. ഇതിങ്ങനെ ചെത്തിക്കഴിഞ്ഞിട്ട് അവിടുന്ന് തുറന്നിട്ട് നമുക്ക് അതിനകത്തുണ്ടാകുന്ന വേസ്റ്റെല്ലാം എടുത്ത് കളയാൻ പറ്റും. അപ്പോൾ സംഭവം എന്തായാലും സൂപ്പറാണ്. ഇത് പിന്നെ മക്കൾക്കെല്ലാം കൊടുക്കാം, കുഴപ്പമൊന്നുമില്ല. നല്ല സാധനമായിട്ട് എനിക്ക് തോന്നി. നല്ല ഷാർപ്പനറാണ്. ഇതുപോലെയുള്ള വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ, ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കണ്ട.
അതുപോലെ ഇനിയും നമുക്ക് വെറൈറ്റി വീഡിയോസൊക്കെ കൊണ്ടുവരാം. ഫുഡ് ചാലഞ്ചൊക്കെ ചെയ്യണ്ടേ, കുറേ കാലയിലേ നമ്മൾ ചെയ്തിട്ട്. അതുപോലെ ചോക്ലേറ്റ്സ് ഉണ്ടാക്കണം, അങ്ങനെ പലതും ചെയ്യാനുണ്ടത്രേ. നമ്മളിതാ വരുന്നു അങ്ങനെയുള്ള വീഡിയോസെല്ലാം ആയിട്ട്. ഇനി നമുക്ക് അടുത്ത പ്രോഡക്റ്റ് നോക്കാം. വെറൈറ്റി എന്ന് പറഞ്ഞാൽ സൂപ്പർ വെറൈറ്റി സാധനമാണ് ഇത്. 4 അതിൻ്റെ അകത്തുള്ളത്. ഫുട്ബോള്, ബാസ്ക്കറ്റ് ബോള്, മറ്റേ നിറന്തരം കളിക്കുന്ന ബോളുണ്ടാവും, ആ ബോളുകളെല്ലാം ഉണ്ട്. എല്ലാം റബ്ബറാണ്. ഇത്രയും റബ്ബർ വാങ്ങിച്ചു കൂട്ടണ്ടെങ്കിൽ ഞാൻ റബ്ബർ കമ്പനി സ്റ്റാർട്ട് ചെയ്യേണ്ടി വരുന്നുള്ള അവസ്ഥയാണെന്ന് എനിക്ക് തോന്നുന്നു. എല്ലാം ചുളുവ് പൈസക്ക് എനിക്ക് കിട്ടിയപ്പോൾ തന്നെ ഞാൻ അടിച്ചു മാറ്റിയതാണ് മീഷോന്ന്. നമുക്ക് എന്തെങ്കിലും ഒരു വ്യത്യസ്ത തരത്തിലുള്ള സാധനങ്ങൾ വേണമല്ലോ. ഫുട്ബോളെല്ലാം കാണാൻ എന്നാ ക്യൂട്ട്, സൂപ്പർ ഡൂപ്പറല്ലേ, അടിപൊളിയായിട്ടുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ഈ ബോളെല്ലാം 4 കഷ്ണം ഒരുമിച്ച് കൂട്ടി ഒട്ടിച്ചതാണ് കേട്ടോ. ഈ വെള്ളയെല്ലാം ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് നമുക്ക് എടുക്കാൻ പറ്റും. വെള്ള കളറെല്ലാം അങ്ങനെ പെട്ടെന്ന് പോകുന്നില്ല. നമ്മൾ കുറച്ചൊന്ന് ഹാർഡായിട്ട് പിടിച്ച് വലിച്ചാൽ മാത്രമേ ആ സാധനം പുറത്തേക്ക് വരുള്ളൂ. അപ്പോൾ എല്ലാം കുഞ്ഞു ആയതുകൊണ്ട് തന്നെ ഒരു മിനിയേച്ചർ വേൾഡിലേക്ക് പോയതിൻ്റെ ഒരു ഫീലായിരുന്നു എനിക്ക്. പക്ഷേ ഇത് കാണുമ്പോൾ എടുത്തപ്പോൾ തന്നെ എൻ്റെ 2 പിള്ളേർക്കും താമേ എന്ന് പറയാൻ തുടങ്ങി. ഓരോ കൈ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് വീഡിയോയിൽ കാണാം. വീഡിയോ എടുക്കാൻ വരെ വിടുന്നുണ്ടായില്ല, താന്ന് പറഞ്ഞുകൊണ്ടിരിക്കലേനും. അപ്പോൾ ഈ 4 കൊണ്ട് മായ്ക്കുമ്പോൾ നല്ലോണം മായുന്നുണ്ട്. ഞാൻ ബുക്കിൽ എടുത്തിട്ട് മായ്ച്ച് നോക്കുന്നുണ്ട്. നല്ല ക്വാളിറ്റി ഉണ്ട്, കട്ടിയാണെങ്കിലും നല്ല വൃത്തിയിൽ മാഞ്ഞു പോകുന്നുണ്ട്. ഇനി നമ്മൾ വാങ്ങിയിട്ടുള്ള സാധനം ക്യാപ്സ്യൂളാണ്, കുഞ്ഞൻ ടാബ്ലറ്റ് എന്ന് പറഞ്ഞാൽ മറ്റേ സ്ക്രീനുള്ള ടാബ്ലറ്റ് അല്ല, ഗുളിക, കുറേ ഗുളികകൾ. അപ്പോൾ കുഞ്ഞനല്ല, ഗുളിക എന്ന് പറയുമ്പോൾ വളരെ ചെറുതല്ലേ. ഇത് ജയൻ്റ് ഗുളിക. എന്തോ ഒരു വലിപ്പാണെന്ന് നോക്കിയേ, ഇത്രയും ഗുളിക, അതും 6 കളർഫുള്ളായിട്ടുള്ള ഈ ഗുളികകൾ എന്താണെന്ന് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലായോ? പണ്ട് മുതലേ ഞാൻ കാണുന്നതാണ് ഇത് മീഷോയിൽ. ഇതെനിക്ക് ഒരിക്കലെങ്കിലും വാങ്ങിക്കണം എന്നുണ്ടായിന്, അങ്ങനെയാണ് ഞാൻ വാങ്ങിച്ചത്. ഓരോന്നിൻ്റെ പുറത്തും ഓരോ കാർട്ടൂൺ ക്യാരക്ടറിൻ്റെ ചിത്രമെല്ലാം. ഇത് ഇങ്ങനെ തുറന്ന് കഴിയുമ്പം തന്നെ താഴോട്ട് വരുന്ന ഒരു പെന്ന് നമുക്ക് കാണാം. കുട്ടി പെന്നാണ്. ഇതുപോലെ താഴേക്ക് വന്നിട്ട് ഒന്ന് വലിച്ചു കഴിഞ്ഞാൽ അതവിടെ ഫിക്സ് ആവും. എന്നിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് താഴോട്ടും പോവും. ഇങ്ങനെ വലിച്ചിട്ട് ഫിക്സ് ചെയ്യുകയും ചെയ്യാം. നമുക്ക് അത് താഴോട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഉള്ളോട്ട് പോവുകയും ചെയ്യും. ടാബ്ലറ്റ് പോലെ, അതായത് ഒരു ഗുളിക പോലെ വീണ്ടും ആവും. സാധാരണ ബോൾ പെന്നാണ്. എഴുതാൻ വേണ്ടിയിട്ട് നല്ല ഫ്ലോ ഉണ്ട്, നല്ല സുഖമായിട്ട് എഴുതാൻ പറ്റുന്ന നല്ല അടിപൊളി പെന്ന്. അപ്പോൾ ഓറഞ്ച് കളറുണ്ട്, പിങ്ക് കളറുണ്ട്, അങ്ങനെ പലതരത്തിലും കളർഫുള്ളായിട്ടുള്ള പെന്നാണ് ഈ ഗുളിക കുട്ടികൾ. ഇതുപോലെ നമുക്ക് പ്രസ് ചെയ്ത് വെച്ചിട്ട് ഇതുപോലെ ആക്കിയിട്ട് കൊണ്ടുപോകാം. നമ്മൾ എവിടെയെല്ലാം പോകുമ്പം പെന്നെടുക്കണം എന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ടാണെങ്കിൽ പോക്കറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഇതുപോലെയുള്ള പെന്ന് ഉപയോഗിക്കുന്നത് നല്ലത്. പെന്നാണ്, പക്ഷേ ജയൻ്റ് ഗുളിക. ഇനി നമ്മൾ ഈ വീഡിയോൻ്റെ ലാസ്റ്റ് പ്രോഡക്റ്റാണ് ഞാൻ എടുക്കാൻ പോകുന്നത്, കക്കൂസിൻ്റെ സ്ട്രക്ചറിലുള്ള അതേപോലെയുള്ള യൂറോപ്യൻ ക്ലോസറ്റ് പോലെയുള്ള കട്ടർ. ഇത് മീഷോയിൽ കണ്ടപ്പോഴത്തേക്കും വാങ്ങാണ്ടിരിക്കുന്നത് എങ്ങനെയാണ്, ഇതുപോലെയുള്ള സാധനം ഞാൻ ആദ്യമായിട്ട് കാണുന്നതെന്ന് വിചാരിച്ചു. കളർഫുള്ളായിട്ടുള്ള ഇതുപോലെയില്ലേ യൂറോപ്യൻ ക്ലോസറ്റ് എവിടെ കിട്ടും? ഒരുമിച്ച് കോംബോ പാക്കാണ്, 4-5 ഉണ്ട്. അതായത് ഒരുപോലെയുള്ളത്, ഇതുപോലെയുള്ള കളർഫുള്ളായിട്ടുള്ളത്. അതിനകത്ത് ആ ക്ലോസറ്റ് തുറക്കുമ്പോഴത്തേക്കും അകത്തൊരു യൂണിക്കോണിൻ്റെ ഒരു റബ്ബർ, പിന്നെ അത് തിരിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ബാക്കിലത്തെ സൈഡിൽ കട്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഷാർപ്പ്നർ കേട്ടോ. ഈ പെൻസിൽ മുനയാക്കുന്ന സാധനം കട്ടർ എന്ന് കണ്ടേ പറയുന്ന ആ ഒരു ശീലം കൊണ്ട് ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ കാണാൻ നല്ല ലുക്കായിട്ടുള്ള 2 യൂറോപ്യൻ ക്ലോസറ്റാണ് എൻ്റെ കയ്യിലുള്ളത്. അപ്പോൾ അത്രയാണ് ഇന്നത്തെ പ്രോഡക്റ്റ്സ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കണ്ട. ടാഗ് പ്രോഡക്റ്റിൽ കൊടുക്കാം.